ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ത്രെഡ് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് നോക്കിയായിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ ബാക്കിയായിട്ട് നോക്കാം. സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് ആദ്യമേ. സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ ഇത് യൂഷ്വലി നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോയാൽ മതി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് വരച്ചേക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചാൽ ആദ്യത്തെ ആ വരയിൽ നിന്ന് മുകളിലൊക്കെ എടുത്തിട്ട് മറ്റേ എൻ പോർഷനിലേക്ക് താഴേക്ക് ഇറക്കുക. അങ്ങനെ ചെയ്ത് പോയാൽ മതി കേട്ടോ. അടുത്തത് ലൂപ്പ് സ്റ്റിച്ചാണ്. ലൂപ്പ് സ്റ്റിച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിപ്പം ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് ഒത്തിരി ടൈറ്റ് ആക്കാണ്ട് ഇച്ചിരി നമ്മൾ ആ സൂചിയുടെ അറ്റം കൊണ്ടൊന്നും ഇച്ചിരി പൊന്തിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഇതുപോലെ തന്നെ ഒന്ന് പൊന്തിച്ച് കൊടുത്താൽ മതി. ഇതിനെയാണ് ലൂപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇത് പഠിക്കാൻ വലിയ പാടില്ല കേട്ടോ. നമുക്ക് ഈസിലി ആയിട്ട് ഇത് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ കോട്ടൺ ത്രെഡ് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. കോട്ടൺ ത്രെഡ് നമുക്ക് ഷോപ്പുകളിൽ പോയാൽ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. നമുക്ക് വേറൊരു ത്രെഡുണ്ട്, ഇങ്ങനെ ഒരു കമ്പിളീൻ്റെ പോലത്തെ ഒരു ത്രെഡുണ്ട്. അത് ഇതിൻ്റെ അത്രയും പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചിങ്ങനെ നമുക്കിങ്ങനെ വിടിയിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ 2 നൂലായിട്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. കോട്ടൺ ത്രെഡ് യൂഷ്വലി എല്ലായിടത്തും കിട്ടും. അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലത്തെ ഓൺലൈൻ ആപ്പുകളിലാണെങ്കിലും കിട്ടുകയും ചെയ്യും. ഇടയ്ക്കൊന്ന് പൊന്തിച്ച് കൊടുക്കണേ. അതെന്ന് വെച്ചാൽ ലൂസായിട്ടിരിക്കാൻ വേണ്ടി, ഒത്തിരി ടൈറ്റ് ആകാതിരിക്കാനല്ല കേട്ടോ. അടുത്ത് കഴിഞ്ഞിട്ട് പിസ്റ്റൽ സ്റ്റിച്ചാണ് വരുന്നത്. പിസ്റ്റൽ സ്റ്റിച്ച് വരുന്നത് നമ്മൾ ഒരറ്റത്തു നിന്ന് എടുത്തിട്ട് മറ്റേ അറ്റത്തേക്ക് വരുമ്പം ഒന്ന് ചുറ്റിയിട്ട്, അതായത് സൂചിയിൽ 2 ചുറ്റിയിട്ട് നമ്മൾ താഴേക്ക് ഇറക്കുന്നു. ഇത് നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെ ആ സെയിം പ്രോസസ്സ്. അതായത് റണ്ണിങ് സ്റ്റിച്ചിലേക്ക് വന്നിട്ട് ഫ്രഞ്ച് നോട്ടിൽ അവസാനിക്കുന്നു. ആ ഒരു പ്രോസസ്സാട്ടോ പിസ്റ്റൽ സ്റ്റിച്ച് വരുന്നത്. വലിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വലിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇങ്ങനെ അതഴിഞ്ഞു പോകാൻ ഒരു ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ക്രോസ് സ്റ്റിച്ചാണ് വരുന്നത്. ഒരറ്റത്തുനിന്ന് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്തെടുത്തിട്ട് പിന്നെ ഇപ്പുറത്തെ അറ്റത്തുനിന്ന് മുകളിലേക്ക് ക്രോസ് ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെ മാറി ക്രോസ് ചെയ്ത് എടുക്കുന്നതിനെയാട്ടോ ഈ വരുന്ന ഈ സ്റ്റിച്ചിങ് എല്ലാം ഭയങ്കര സിമ്പിളായിട്ട് സ്റ്റിച്ചിങ്ങാണ്. ഞാൻ അടുത്ത ദിവസം നാളെ ഈ ഒരു സ്റ്റിച്ചിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരു പാറ്റേൺ ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഇത് ഏതിനായിട്ടാണ് ബന്ധപ്പെടുന്നതെന്നുള്ളത്. നമുക്കിത് ഈ ഫ്ലവേഴ്സിൻ്റെ ലീവ്സിൻ്റെയൊക്കെ അങ്ങനത്തെയൊക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കും. ഞാൻ നാളെ കാണിച്ചു തരാം, ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാതെ. ഇത് ക്രോസ് ചെയ്ത് അങ്ങ് കൊണ്ടുപോയാൽ മതി. ഇതൊക്കെ നമ്മൾ ഡ്രസ്സുകളിൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായി കാണാൻ. ഈ ക്രോസ് സ്റ്റിച്ചൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായി കാണാൻ വേണ്ടിയിട്ട്. കോട്ടൺ ത്രെഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ഭംഗി. ഇത് കോട്ടൺ ത്രെഡ് കേട്ടോ. യൂഷ്വലി എല്ലാവരും കോട്ടൺ ത്രെഡല്ല ഉപയോഗിക്കാറുള്ളത്. അടുത്തത് ഫ്ലൈ സ്റ്റിച്ചാണ്. ഫ്ലൈ സ്റ്റിച്ച് വരുന്നത് നമ്മളിങ്ങനെ വി പോലെയാട്ടോ വരുന്നത്. വി പോലെ വന്നിട്ട് ആ വീടെ വീടെ 2 അറ്റം ഇല്ലേ, ആ 2 അറ്റത്തേക്ക് നമ്മൾ നൂല് കൊണ്ടുവന്നിട്ട് ഇച്ചിരി ഒത്തിരി ടൈറ്റ് ആക്കരുത്. എന്നിട്ട് ആ വീടെ ആ കുനുപ്പിൻ്റെ അവിടെ നിന്ന് പിന്നെ നൂല് കൊണ്ടുവന്നിട്ട് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. അവിടെ നിന്ന് ഒരു കെട്ട് കൊടുത്താൽ മതി. അതായത് അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചിട്ട് താഴേക്ക് വരുമ്പോൾ ഒരു ടൈറ്റായിട്ടിരിക്കും. നോക്കി നമ്മൾ മനസ്സിലാകും നിങ്ങൾക്ക്. വീട് അറ്റത്തുനിന്ന് സൂചി കൊണ്ടുവരിക, എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് വീണ്ടും ഇറക്കുക. അതാണ് ഫ്ലൈ സ്റ്റിച്ചിൻ്റേത്. അതിന് വൂവൺ സ്റ്റിച്ചാണ് വരുന്നത്. വൂവൺ ഓവലാട്ടോ നമ്മൾ ചെയ്യുന്നത്. അതൊരു 2 ഡോട്ട് പോലെ കൊടുക്കുക. ഡോട്ടിലൊരു ചെറിയൊരു വര പോലെ. എന്നിട്ട് ഈ ഒരു ഡോട്ടിൽ നിന്ന് അത് ഒരു റണ്ണിങ് സ്റ്റിച്ച് പോലെ കൊടുത്തിട്ട് താഴത്തേതും അതുപോലെ തന്നെ കൊണ്ടുവന്നിട്ട് റണ്ണിങ് സ്റ്റിച്ച് പോലെ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഓട്ടയിൽ കൂടെ എടുത്തിട്ട് അത് നോക്കണേ,
ഇപ്പം ഞാൻ കാണിച്ചു തരാം. ആ ഓട്ടയിൽ കൂടെ എടുത്തിട്ട് ഇപ്പോഴത്തെ ഓട്ടയിൽ കൂടെ കയറ്റുക, താഴത്തെ. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇപ്പം ഒന്നും കൂടെ കാണിച്ചു തരാം. അങ്ങനെ ചുറ്റി കൊണ്ടുവന്നാൽ മതി. അതാണ് ഈ വൂവൻ ഓവലിൻ്റേത്. അതായത് നമ്മൾ ഈ പൂവിൻ്റെ മൊട്ടൊക്കെ ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത്. പൂവിൻ്റെ മൊട്ട്, പൂ വിരിയാനായിട്ട് നിൽക്കുന്നത് പോലത്തെ നമ്മൾ ത്രെഡ് വർക്കൊക്കെ ചെയ്യില്ലേ, ആ ഒരു ത്രെഡ് വർക്കാണ് ഇതിൽ ഈ വൂവൻ ഓവലൊക്കെ കൊടുക്കുന്നത് കേട്ടോ. അടുത്തത് ബുള്ളിൻ സ്റ്റിച്ചാണ്. ബുള്ളിൻ സ്റ്റിച്ച് ഒരു വര കൊടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ വരയിൽ നിന്ന് ഇപ്പുറത്തെ വരയിലേക്ക് കൊണ്ടുവന്നിട്ട് നേരെ അടിയിൽ കൂടെ പിന്നെ എടുക്കുക, അതായത് സ്റ്റാർട്ടിങ്ങിലേക്ക്. അത് സൂചി മാത്രം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ആ നൂലിങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി കൊടുത്തിട്ട് അങ്ങനെ പതുക്കെ താഴേക്ക് വലിക്കണേ. ഭയങ്കര സ്പീഡിൽ വലിക്കുകയാണെങ്കിൽ അത് ഫുള്ളും പോകും. പതുക്കെ താഴേക്ക് വലിച്ചിട്ട് പതുക്കെ കൊണ്ടുവരണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പുറത്തെ ഓട്ടയിൽ കൂടെ മറ്റേ സൂചി ഒന്നും കൂടെ കയറ്റുക. ഈ എൻ പോർഷനിലെ സൂചി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ, ആ ഒരു ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അടുത്തത് ബാസ്ക്കറ്റ് സ്റ്റിച്ചാണ്. ബാസ്ക്കറ്റ് സ്റ്റിച്ച് വരുന്നത് ഇങ്ങനെ കളം വരച്ച് കൊടുത്ത് ചെയ്യണേ, അപ്പോഴാ ഒരു ഭംഗിയിൽ കിട്ടത്തുള്ളൂ. ഇത് ശരിക്കും ബാസ്ക്കറ്റ് ചെയ്യണ പോലെ തന്നെ ഇത് മുഴുവൻ നേരെ ക്രോസ് ആയിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഓരോ നൂലിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ചെയ്യുക. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ശരിക്കും ബാസ്ക്കറ്റ് ഇരിക്കുന്ന പോലെ തന്നെ എല്ലാം നമ്മൾ ക്രോസായിട്ട് നമ്മൾ കൊടുക്കുക. ഇത് 2 കളർ നൂലിൽ ചെയ്യണം കേട്ടോ, എന്നാലേ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗി വരത്തുള്ളൂ. ഇങ്ങനെ ക്രോസ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഒരു കെട്ടിടേണ്ടി വരും കേട്ടോ. അവിടെ നമ്മളത് മാറ്റുമ്പോൾ ഒരു കെട്ടിട്ടാൽ മതി. ഞാനിത് പിങ്കിലാട്ടോ ചെയ്യുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ആ ഭംഗി. ആദ്യത്തെ നൂലിൻ്റെ ഇടയ്ക്കൂടെ കയറ്റിയിട്ട് പിന്നെ ഓരോന്നിൻ്റെ ഇടവിട്ട് വേണം കയറ്റാൻ വേണ്ടിയിട്ട്, അപ്പോഴാ ഒരു ബാസ്ക്കറ്റിൻ്റെ ഇത് കിട്ടത്തുള്ളൂ. ഇനി അടുത്ത നൂല് വിട്ടിട്ട് മറ്റേ നൂലിൽ കൂടെ കയറ്റുക. അതുപോലെ തന്നെ തിരിച്ച് വരുമ്പോഴും അങ്ങനെ തന്നെയാട്ടോ ചെയ്യുന്നത്. അടുത്ത വരിയിലേക്ക് പോവുക. അടുത്ത വരിയിലേക്ക് ചെയ്യുമ്പം നേരെ ഇനി ആ ഫസ്റ്റത്തെ ഇതിൽ കൂടെ കയറ്റണം, കണ്ടോ. അതുപോലെ തന്നെ ഒന്നിടവിട്ട് നേരത്തെ ആദ്യത്തേൽ ചെയ്തെങ്കിൽ മറ്റേത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആ വരി വിട്ടിട്ട് മറ്റേ വരി കൂടെ ചെയ്യുന്നു. ഇതുപോലെ ഫുള്ളും അങ്ങ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ബാസ്ക്കറ്റിൻ്റെ ലുക്ക് കിട്ടും. നമുക്ക് ഇതിപ്പം ഫ്ലവേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ ചട്ടിയൊക്കെ ചെയ്യില്ലേ, ആ ഒരു സെയിം. പിന്നെ നമുക്ക് വേണമെങ്കിൽ വേലിയൊക്കെ ചെയ്യാൻ വേണ്ടി ഈ മെത്തേഡ് തന്നെ ഉപയോഗിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ വേലികൾ, പിന്നെ ഇങ്ങനത്തെ കുറേ പാറ്റേൺ നമ്മൾ ഡ്രസ്സിൽ ചെയ്യില്ലേ, യോക്ക് പോർഷനിലൊക്കെ ചെയ്യില്ലേ, ആ സെയിം പ്രോസസ്സ്. അടുത്ത ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. നമ്മൾ താഴെ കൂടി എടുത്തിട്ട് മേളിലേക്ക് ഒരു ഇച്ചിരി വിട്ടിട്ട്, എന്ന് വെച്ചാൽ നേരെ മേളിൽ കൊടുക്കരുത്, ഇച്ചിരി വിട്ടിട്ട് മേളിലേക്ക് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മുകളിലത്തേനും താഴത്തേനും ഒരു സെൻറ്റർ പോർഷനിൽ, അതായത് താഴത്തെ വരിയുടെ നമ്മൾ ആദ്യമാണ് നേരത്തെ എടുത്തത് നൂല്, അതിന് കുറച്ചും കൂടെ വിട്ടുമാറിയിട്ട് നൂലെടുത്തിട്ട് പിന്നെ അത് മേളിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് പിന്നെ താഴേക്ക് വന്നിട്ട് എടുക്കുക, പിന്നെ അത് മേളിലേക്ക് കൊണ്ടുപോവുക, പിന്നെ അത് താഴേക്ക് കൊണ്ടുപോവുക. എല്ലാം ചെയ്യുമ്പോഴും ഇച്ചിരി നൂല് വിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും, ഒത്തിരി വലിച്ചിട്ടല്ല ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് ഇത് നമ്മൾ മറ്റേ കമ്പിളി നൂലിൽ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയാണ്. അത് നമ്മൾ ശരിക്കും ബ്ലാങ്കറ്റ് ചെയ്യാൻ പറ്റും.
ഇങ്ങനെ ചെയ്ത് പോകുമ്പോഴത്തേനും നമുക്ക് ബ്ലാങ്കറ്റ് ഷേപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് കൗച്ചിങ് സ്റ്റിച്ചാണ്. ഇത് നമുക്ക് സ്റ്റെമ്മൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ചെടിയുടെ സ്റ്റെമ്മൊക്കെ ചെയ്യാൻ വേണ്ടി നേരെ കുറച്ച് ഇതിൽ നീളത്തിൽ നൂലെടുത്തിട്ട് പിന്നെ നൂലിങ്ങനെ ചുറ്റി വരിക. ഇവിടെ നിന്ന് എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും അടിയിൽ നിന്ന് എടുത്തിട്ട് ഇച്ചിരി കൂടെ വിട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ടൈറ്റ് ചെയ്ത് വരുവാണ്. ഇത് നമുക്ക് ചെടികളിലൊക്കെ ഇങ്ങനെ സ്റ്റെമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട്, തണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഡിസൈൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെയൊക്കെ കൂടി ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ ഈ ഒരു പാറ്റേണിൻ്റെ കുറച്ച് താഴെയായിട്ട് ഞാൻ ചെറിയൊരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് അത് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.